ആകാശവാണി. സൈബർ ഇടങ്ങളിലെ സ്ത്രീ സുരക്ഷ ചർച്ച. പങ്കെടുക്കുന്നവർ തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ്, ചലച്ചിത്ര പ്രവർത്തക കെ ഭാഗ്യലക്ഷ്മി, അഡ്വക്കേറ്റ് രമ്യ ആർ നായർ. ചർച്ച നയിക്കുന്നത് മാധ്യമപ്രവർത്തക മഞ്ജു ജോയ്. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി നമ്മൾ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് പറയുന്നു. കേരളം ഡിജിറ്റൽ മേഖലയിൽ 100% സാക്ഷരത കൈവരിച്ചിരിക്കുന്നു. നമ്മുടെ സാമ്പത്തിക, പേഴ്സണൽ എല്ലാ വിവരങ്ങളും നമ്മൾ ഓൺലൈനിലേക്ക് മാറ്റുന്നു. എന്നാൽ ഈ സൈബർ ഇടങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എത്രത്തോളം സുരക്ഷിതമാണ്? ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾ ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്? സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിച്ചാണെങ്കിൽ തീരെ സുരക്ഷിതത്വമില്ലാത്ത ഒരിടമായി ഈ സൈബർ പ്ലാറ്റ്ഫോമുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ശ്രീ നിതിൻ രാജ്, എങ്ങനെയാണ് സൈബർ ഇടങ്ങൾ നമുക്ക് സുരക്ഷിതമാക്കാനാവുക? നിലവിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ സൈബർ ഇടങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് സുരക്ഷിതത്വം എന്ന് പറയുന്ന ഒരു ആംഗിൾ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് സൈബർ ഇടം നൽകിയിട്ടുള്ള വലിയ സാധ്യതകളുണ്ട്. ഏതൊരു വ്യക്തിക്കും അവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ, ഏത് വിഷയങ്ങളെ പറ്റിയിട്ടാണെങ്കിലുമുള്ള ചിന്തകളൊക്കെ പങ്കുവെക്കാൻ പറ്റുന്ന വലിയൊരു സ്പേസ് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ഏത് തരത്തിലേക്കും നമ്മുടെ ഇടപെടലുകൾ, നമ്മളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമ്മൾക്ക് മെൻഷൻ ചെയ്തിരിക്കുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതിനെ വലിയൊരു സാധ്യതയാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇനി അതിൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് എത്രമാത്രം ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ സുരക്ഷിതയെപ്പറ്റി ബോധേഡാണ് എന്ന് പറയുന്ന ഒരു ആംഗിളിൽ കൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന്, നമ്മളൊരു സൈബർ പ്ലാറ്റ്ഫോമിലൂടെ പലതരത്തിലേക്കുള്ള ഇൻട്രാക്ഷൻസ് നടത്തുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന ആളുകളെ നമ്മൾ പലപ്പോഴും നേരിട്ട് കാണുന്നില്ല. ഇതൊരു വിർച്വൽ വേൾഡിലാണ് നമ്മൾ കാണുന്നത്. റിയൽ വേഴ്സസ് റിയൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പലപ്പോഴും ഇത് റിയൽ ആണ് എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണയിലൂടെ ആ ഇൻട്രാക്ഷൻ നടത്തുന്ന സമയത്താണ് പല അബദ്ധങ്ങളും, പ്രത്യേകിച്ച് സൈബർ കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഫിസിക്കലി പരിചയമുള്ള ഒരാളോട് ഇൻട്രാക്ട് ചെയ്യുന്നതും ഒരു വിർച്വൽ വേൾഡിലുള്ള ഇൻട്രാക്ഷനും തമ്മിൽ ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം, ഏതെങ്കിലും ഒരാളുമായിട്ട് ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു ഫോട്ടോഗ്രാഫ് അയച്ചു കൊടുക്കുന്നു. നമ്മൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം വൺസ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ നിന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് ആദ്യത്തെ ലെവലിൽ നമ്മൾ എത്രമാത്രം സുരക്ഷിതത്വമായിട്ട് മുൻകരുതൽ എടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. രണ്ടാമത്, ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആൾക്കാരെല്ലാം തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അത് സൈബർ ഹറാസ്മെൻ്റ് ആണെങ്കിലും സൈബർ ബുള്ളിങ് ആണെന്നുണ്ടെങ്കിലും ആരെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള കമൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് കേസുകളിൽ വളരെയധികം ആർജവത്തോടുകൂടി എന്നെ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല, അത് നിയമപരമായി തെറ്റാണ്, അതിന് നിയമപരമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്, ആ നിയമപരമായിട്ടുള്ള വഴി ഞാൻ തേടുമെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി മാഡം, സൈബർ ഇടങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളിൽ സ്ത്രീകളടക്കമുള്ളവർ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, എനിക്ക് സഹായം വേണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് വന്നവർക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടോ? അവർ സാറ്റിസ്ഫൈഡ് ആണോ? എന്താണ് മാം പറയുന്നത് അതേപ്പറ്റി? മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവർ സമൂഹത്തിന് മുൻപിൽ അനുഭവിക്കേണ്ടി വരുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ വിഷയം തന്നെ എടുക്കാം. ഒരു 9 കൊല്ലം മുമ്പാണ് ഞാനൊരു പരാതി കൊടുത്തത് സൈബർ. അതിൽ എൻ്റെയും എൻ്റെ 2 ആൺമക്കളെ വെച്ചുകൊണ്ടാണ് എന്നെക്കുറിച്ച് വളരെ നികൃഷ്ടമായ ഒരു പോസ്റ്റ് അയാൾ ഇട്ടത്. പരാതി കൊടുത്തിട്ട് അവിടുന്ന് എനിക്ക് യാതൊരു അക്നോളജ്മെൻ്റ് ഒന്നും വന്നില്ല. പിന്നെയും ഞാൻ വിളിച്ചു ചോദിക്കുന്നു എന്തായെന്ന്. ഇല്ല, ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഫൈനലി ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അപ്പം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അപ്പം തന്നെ ജാമ്യം കൊടുത്തങ്ങ് വിടുകയാണ്. അയാൾ പുറത്ത് വന്ന് ഇമ്മീഡിയറ്റ് അടുത്ത പോസ്റ്റ് ഇടുകയാണ്, എന്നെ അറസ്റ്റ് ചെയ്തിട്ട് ഞാനിതാ പുല്ലുപോലെ പുറത്തു വന്നു. 9 വർഷം മുൻപ് കൊടുത്ത കേസ് ഇപ്പോഴും എന്തായെന്ന് ഒരു പിടിയില്ല. ഈ ഉദാസീനത, ഈ ഗൗരവമില്ലായ്മ വിക്ടിമിന് ആത്മവിശ്വാസം കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കുറ്റവാളികൾക്ക് ഒരു വലിയ ധൈര്യം കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സൈബർ നിയമം അതിനെ എന്തോ ഒരു ഗൗരവമായി കാണാത്ത. ഇപ്പം ഇനി വേറൊരു കാര്യം പറയാം, കുറേ കാലങ്ങളായിട്ടൊരു പരാതിയുമായി നടക്കുന്ന ഒരു നടിയാണ് പ്രവീണയുടെയും പ്രവീണയുടെ മകളുടെയും, ഞാനിപ്പോൾ അവരുടെ പേര് പറയുന്നത് ഞാൻ അവരോട് സംസാരിച്ചിട്ടുള്ളത് കൊണ്ട്, ചേച്ചി ഞാൻ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ പരാതികൾ കൊടുത്തിട്ടും അതിന് യാതൊരു നിയമ നടപടികളോ, അതായത് വിളിച്ചു വരുത്തും, സ്റ്റേഷനിൽ വരുന്നു, അടുത്ത സെക്കൻഡ് ബെയിലിൽ ഇറങ്ങി പോകുന്നു. സൈബർ ഇടങ്ങളിലെ സാമ്പത്തിക തട്ടിപ്പുകൾ മാത്രമാണ് കുറെ കൂടി ഗൗരവമായി അത് എടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ പിന്നാലെ പല പല നിയമ നടപടികളും വരുന്നത്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് പലപ്പോഴും
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനെ ഒരു സ്ത്രീയെക്കുറിച്ച് കുറെ വേണ്ടാധീനങ്ങൾ പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് അത് എടുക്കുന്നു. അത് താങ്ങാൻ ശക്തിയുള്ളവർ താങ്ങും, അല്ലാത്തവർ എന്ത് ചെയ്യും? അതിനെ ചൊല്ലി അവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആത്മഹത്യയിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വലിയ ഒരു വിഷമം എന്ന് പറയുന്നത് നമ്മുടെ നിയമത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഗൗരവമായി അതിനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേഷനിൽ വന്ന് വളരെ ബാലിശമായ ഒരു ചില വകുപ്പുകളുടെ പേരിൽ അവർക്ക് അപ്പം തന്നെ ബെയിലും കൊടുത്ത് അവരെ പുറത്തേക്ക് വിടുന്നു. അതുപോലെ തന്നെ ഫേക്ക് അക്കൗണ്ട്, നമുക്ക് മിക്കവാറും കമൻ്റ് ഇടുന്ന എല്ലാം സ്ത്രീകളുടെ പടം വെച്ചിട്ടായിരിക്കും, വളരെ മോശപ്പെട്ട ലാംഗ്വേജ് ഇടുന്നത്. പക്ഷെ അതൊരു സ്ത്രീ ആയിരിക്കില്ല. സേഫായിരിക്കണം എന്ന് കരുതുന്ന ഒരു വ്യക്തിക്ക് സോഷ്യൽ മീഡിയ പാടില്ല എന്ന് പറയുന്നത് വളരെ ഒരു, അവർക്ക് പല രീതിയിൽ അതും അവരുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കാം, അവരുടെ പല സൗഹൃദങ്ങൾക്ക് വേണ്ടിയൊക്കെ അവർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. ഇതിൻ്റെ താഴെ ഇടുന്ന ഈ അസഭ്യങ്ങൾ ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഇത് ഈ ഫേക്ക് അക്കൗണ്ട് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആർക്കും വളരെ ഈസി ആയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ എല്ലാത്തിനും ആധാർ കാർഡ് വേണം. പക്ഷെ സോഷ്യൽ മീഡിയയിൽ മാത്രം അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് രമ്യ ആർ നായർ, ഇപ്പോൾ നമ്മുടെ നിലവിലെ നിയമങ്ങൾ അനുദിനം എന്നോണം നമ്മൾ ഡിജിറ്റലി സാക്ഷരതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ആളുകളും ഫോണിലൂടെ സാമ്പത്തികമായും മറ്റ് ഇടപാടുകൾ നടത്തുന്നു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിൽ സ്ത്രീകൾ കൂടുതൽ സജീവമാകുന്നു. ഫോട്ടോകൾ, രേഖകൾ, വിവരങ്ങൾ എല്ലാത്തിനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിയമങ്ങൾ ഇത്രത്തോളം പ്രാപ്തമാണോ? അവിടെ ഒരു സേഫ്റ്റി ഉറപ്പാക്കുന്നതൊക്കെ വേണം. നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ നിയമം പര്യാപ്തമല്ല, അതൊരു സത്യമാണ്. അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ. നമ്മുടെ സൈബർ ലോ എന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ്. ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്നത് 2000-ലാണ്. ഈ 2000-ൽ നിന്ന് സൈബർ ലോകം എത്രയോ മുന്നോട്ട് പോയി. അപ്പോൾ അതിനുശേഷം 2008 ഇത് അമെൻഡ് ചെയ്തു. 2008 കഴിഞ്ഞപ്പോൾ 2024 ആയപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ സൈബർ ലോകം ഈ നിയമനിർമ്മാതാക്കളുടെ കയ്യിൽ നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ദിവസവും അമെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ് സൈബർ ലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. മറ്റൊരു കാര്യം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിനകത്ത് സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ പ്രൊവിഷൻസ് ഒന്നുമില്ല. കോമൺ ആണ്, ജെൻഡർ ന്യൂട്രൽ ആണ് ആക്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ആപ്ലിക്കബിളായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെയും നമ്മുടെ IPC-ക്കകത്തുണ്ട്. നമ്മുടെ IPC 2013 അമെൻഡ് ചെയ്തപ്പോൾ ഈ നിലവിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ IPC-യിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്ന പാർട്ടിലേക്ക് ഈ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളും കൂടെ കണക്കാക്കി കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ മോഡസ്റ്റി ഔട്ട്റേജ് ചെയ്യുന്ന വരുന്ന ഭാഗത്ത് സെക്ഷനാണ് സെക്ഷൻ 354. അതിനകത്ത് ഒരു 3 അമെൻമെൻറ്റ് 354A, 354C, D ഒക്കെ വന്നിട്ടുണ്ട്. സൈബർ സ്റ്റോക്കിംഗ് ഒക്കെ അതിൽ നമുക്ക് പണിഷബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഡിഫോമേഷൻ, ഈ ഡിഫോമേഷനൊക്കെ നമുക്ക് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്ത് എടുക്കാൻ പറ്റുന്ന സംഭവം. കോടതിയിലാണ് പരാതി കൊടുത്തിട്ടാണ് കേസ് എടുപ്പിക്കുന്നത്. അപ്പം പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ചെന്ന് റെമഡി കിട്ടുമെന്നുള്ള ഒരു സാധാരണക്കാരൻ്റെ ചിന്ത അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇൻഡീസെന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൺ പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട്. 1986 ആക്ടാണ്. അന്ന് ഈ സൈബർ ലോ ഇന്റർനെറ്റിനെ കുറിച്ചൊന്നും നമ്മളൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത, എല്ലാവരുടെ വീടുകളിൽ ഫോൺ പോലും ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിലെ ഒരു ആക്ടാണ് ഇൻഡീസെന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൺ പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ സൈബർ മേഖലയിലൂടെ സ്ത്രീകൾ അപമാനിതരായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ആക്ട് ഒന്ന് പരിഷ്കരിക്കാനായിട്ട് ഒരു ശക്തമായൊരു നിയമം എന്നുള്ള നിലയ്ക്ക് ഇൻഡീസെന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൺ പ്രൊഹിബിഷൻ ബില്ല് 2012 വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈ സൈബർ ആക്രമണങ്ങളെ സ്ത്രീകൾക്ക് നേരിടാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കാലാകൃതമായി IT ആക്ട് അമെൻഡ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, 2021 IT ആക്ട് ഇൻ്റർമീഡിയറ്റ് ഗൈഡ് ലൈൻസ് അതിൻ്റെ ഏറ്റവും പുതിയ റൂൾസിൽ 4(2) പറയുന്നുണ്ട്. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണോ ഒരു കണ്ടന്റ് പ്രചരിക്കുന്നത്, ആ കണ്ടന്റിൻ്റെ ഫസ്റ്റ് ഒറിജിനേറ്റർ ആരാണ് എന്ന് ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി ആവശ്യപ്പെടുന്ന സമയത്ത് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി ഇന്റർമീഡിയറീസ് എന്ന് പറയുന്ന ഇതിൻ്റെ അണ്ടറിലാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നത്. സോ അത്തരത്തിൽ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു പ്രോഗ്രസീവായിട്ടും പോസിറ്റീവായിട്ടും കൂടെ നമുക്ക് അതിനെ കാണാം. കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നിയമത്തിൽ നടക്കുന്നു എന്ന് പറയുന്നു, അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ നിലവിൽ നേരിടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡീപ് ഫേക്ക് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നു, മോർഫിംഗ് നടക്കുന്നു. അപ്പോൾ സ്ത്രീകൾ നേരിടുന്ന ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. പുരോഗമനമാവട്ടെ രാഷ്ട്രീയമാവട്ടെ പറയുന്നത് സ്ത്രീയാണ്. തങ്ങൾക്ക് യോജിക്കാത്ത നിലപാടാണ് അവൾ പറയുന്നതെങ്കിൽ ശരീരം വെച്ചിട്ടോ അല്ലെങ്കിൽ അസഭ്യം, അശ്ലീലം ഇതൊക്കെയാണ് കമന്റുകളിൽ നിറയുന്നത്.
അപ്പോൾ എത്ര പേര് ഇതിനെതിരെ, പലരും അക്കൗണ്ട് പൂട്ടിയിട്ട് നിർത്തലാക്കി പോകുന്നവരുണ്ട്, ചിലർ ഫൈറ്റ് ചെയ്യുന്നവരുണ്ട്. ഈ ഫൈറ്റ് ചെയ്യുന്നതോറും സാഹചര്യം കൂടുതൽ വഷളാവുന്നു. ഇത്തരം ഒരു പരാതിയായിട്ട് പോലീസിന്റെ മുന്നിലേക്ക് വരുന്ന ഒരു സ്ത്രീക്ക് ഏതെല്ലാം തരത്തിൽ നിയമത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും? ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ്, ഏതെങ്കിലും ഒരു സൈബർ ഹറാസ്മെൻറ്റ് തന്നെ വ്യാപകമായ രീതിയിലേക്കുള്ള സൈബർ അറ്റാക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായ രീതിയിൽ പരാതിപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ വശം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജില്ലകളിലും സൈബർ പോലീസ് സ്റ്റേഷൻസ് ഉണ്ട്. അതല്ല എങ്കിൽ സൈബർ ഹെഡ് ക്വാർട്ടേഴ്സിലാണെങ്കിലും സൈബർ ഓപ്പറേഷൻസ് ഡിവിഷൻസിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പരാതികൾ റേസ് ചെയ്യാൻ വേണ്ടി കഴിയും. ആ പരാതികൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ റേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതൊരു സൈബർ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വൊളറ്റിലിറ്റി ഉണ്ട്. ആ വൊളറ്റിലിറ്റി എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ കണ്ടന്റ് നമ്മൾ പരാതിപ്പെടുന്ന സമയമാകുമ്പോഴേക്കും ഒരുപക്ഷെ ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി ആ പോസ്റ്റ് ആരാണോ ഇട്ടത്, ആ പോസ്റ്റിൻ്റെ URL അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് പെട്ടെന്ന് അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. കൃത്യമായി വരുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക. നമ്മൾക്ക് ഇതിന് ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് ഉണ്ട്. ഒരു പക്ഷേ ആ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കുറേ വിവരങ്ങൾ നമുക്ക് കിട്ടും. കുറച്ചും കൂടെ കഴിഞ്ഞാൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു നടപടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ അക്കൗണ്ടുകൾക്ക് ഡിലീറ്റ് ചെയ്ത് പോകുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ പരാതി കൊടുക്കുമ്പോൾ തന്നെ പരമാവധി ഇൻഫർമേഷൻസ് അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തത്, ഈ വിർച്വൽ വേൾഡിൽ വരുന്ന കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെൻ്റലിയും കൂടെ അതിന് പ്രിപ്പയർ ആവുക എന്ന് പറയുന്ന ഒരു ആംഗിൾ കൂടി ഉണ്ട്. നമ്മളതിനെ കറേജിയസ് ആയിട്ട് നമ്മളെ പറ്റി ഒരാൾ പറയുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫാക്ച്വലി കറക്റ്റ്, ആ കാര്യത്തെ നമ്മൾക്ക് പറയാനുള്ള വോയിസ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനെ കൃത്യമായി പറയുക എന്ന് പറയുന്ന ഒരു ആംഗിളും കൂടെ നമ്മളതിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏതൊരു പരാതി ഒരു സ്റ്റേഷനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ പരാതി കൃത്യമായിട്ടുള്ള അക്നോളജ്മെൻറ്റ്, റെസിപ്റ്റ്, അത് നിങ്ങളുടെ റൈറ്റാണ്. അങ്ങനെ ഒരു റെസിപ്റ്റ് കിട്ടുന്ന സമയത്ത് ഇനി അതിൻ്റെ ഫോളോ അപ്പ് നമുക്കിന്ന് പോൾ ആപ്പിലൂടെയോ അല്ലെങ്കിൽ തുണ വഴിയിലുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് പരാതിപ്പെടാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ആ പരാതിക്കനുസൃതമായിട്ടുള്ള IT ആക്ട് സെക്ഷനിലേക്ക് ഇട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും, ഇപ്പോൾ പ്രധാനമായിട്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു ഒഫെൻസീവായിട്ട് ഒബ്സീനായിട്ടുള്ള കണ്ടന്റ് ഒരാളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരാൾ അയച്ചു കൊടുക്കുന്നു, ഒരു പോണോഗ്രഫി കണ്ടന്റ് അയാളുടെ അനുവാദമില്ലാതെ ഒരാൾ അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെ പറയുന്നത് IT ആക്ടിൻ്റെ 67 വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വകുപ്പുകളിൽ വരുന്ന ഒഫൻസുകളാണ്. അപ്പോൾ അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതിലേക്കുള്ള ബാക്കിയുള്ള നിയമ നടപടികളുണ്ടാവും. ഇപ്പോൾ ആ രീതികളിലേക്ക് എടുക്കുന്ന കേസുകളെ തന്നെ എല്ലാം കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് എല്ലാ ജില്ലകൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ എന്താണോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ്, ഒന്ന്, ഇത് നമ്മൾ വിക്ടിമാവുന്നത് മാത്രമല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പൊതുവിൽ പെട്രോളിംഗ് നടത്തുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ സൈബർ പെട്രോളിംഗ് ചെയ്യാറുണ്ട്. സൈബർ പെട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒഫെൻസീവായിട്ടുള്ള കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ ഏതെങ്കിലും ചൈൽഡ് പോണോഗ്രഫി കണ്ടന്റുകൾ വരുന്ന വെബ്സൈറ്റുകൾ, ഇതിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓപ്പറേഷൻ P-Hunt ഒക്കെ വ്യാപകമായ രീതിയിൽ പോലീസ് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വിക്ടിമാവുന്നതോ ഇത് ഒരു ഒഫൻസ് ആണ് എന്ന് തിരിച്ചറിവുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പല സൈറ്റുകളും പല വേരിയിങ് നമ്പേഴ്സിലനുസരിച്ച് ഒരു 10 അല്ലെങ്കിൽ 30 ആൾക്കാർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെമ്പററി ബ്ലോക്ക് ആയി പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ് കൊണ്ടുവരുന്ന സമയത്ത് അത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു ഫേക്ക് അക്കൗണ്ട് ഒരാൾ ഉണ്ടാക്കുന്നു, ആ അക്കൗണ്ടിലേക്ക് പല ആൾക്കാരെ ഫ്രണ്ട്സ് ആക്കുന്നു. അങ്ങനെ ഫ്രണ്ട്സായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ മറ്റൊരു അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ഫ്രണ്ടാണ്. സോ നമ്മളാണ് അവിടെ മൈൻഡ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് പുതിയൊരു അക്കൗണ്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു അക്കൗണ്ട് വരാനുള്ള സാഹചര്യം എന്താണെന്ന് നമുക്കൊരു മൈൻഡ് അപ്ലൈ ചെയ്യാം. അത് പോട്ടെ, നമ്മൾ അങ്ങനെ ഒരു ഫ്രണ്ട് ആയിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ചോദിക്കുന്നത് ഏതെങ്കിലും എമൗണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹെൽപ്പോ കാര്യങ്ങളോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് തോന്നുന്നത്, നമ്മൾക്ക് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ പോലെയല്ല, ഇവിടെ നമുക്ക് KYC അപ്ലോഡ് ചെയ്യുന്നില്ല. നമ്മുടെ വളരെ ലിമിറ്റഡ് ആയിട്ട് ഇൻഫർമേഷൻ വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കാൻ പറ്റുന്ന, ഒരു പ്രൊഫൈൽ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനൊരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഫ്രീഡം ഓഫ് സ്പീച്ചിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, നമ്മൾ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഓഡിയൻസ് ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾക്ക് അവരോട് സംസാരിക്കുമ്പോൾ നീഡ് ടു നോ ബേസിസ് നമ്മൾ ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കുക. പക്ഷേ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇത് ആർക്കും വേണമെങ്കിൽ വന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു വലിയ സാഹചര്യമുണ്ട്. ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമല്ലോ, ഈ ഫ്രണ്ട്ഷിപ്പിൽ കൂടി ഇതൊരു പ്രണയമായി മാറുന്നുണ്ട്. മാറിക്കഴിഞ്ഞിട്ടാണ് പിന്നീട് കാര്യത്തിലേക്ക്, അതായത് ഈ ആളെ അന്വേഷിച്ച് വരുമ്പോഴാണ് വളരെ പ്രായം ചെന്ന സ്ത്രീ ഒരു 18 വയസ്സായ ഒരു കുട്ടിയുമായിട്ടാണ് ഇത്രയും കാലം ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്നും 18 വയസ്സായ ഒരു കുട്ടി ഒരു 65-70 വയസ്സായ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്ത് ഇതൊക്കെ തിരിച്ചറിയുന്നു. ഒടുവിൽ അത് പരാതിയായി വരുന്നു. ഇതിനെ പോലീസ് എന്ത് രീതിയിലായിരിക്കും കേസായിട്ട് എടുക്കുക? അതൊരു പ്രണയത്തിൽപ്പെട്ട ഒരു വെറും ഒരു വഞ്ചന, ഒരു ചതി എന്ന് മാത്രമാണോ? ഒരു പക്ഷേ ആ ഒരു ബന്ധം സോഷ്യൽ മീഡിയ വിട്ട് പുറത്തേക്ക് വന്ന് ഇവർ തമ്മിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോയി അത് ഒടുവിൽ ഒരു ചതിയിലേക്കോ വഞ്ചനയിലേക്കോ പോയാൽ അത് കുറ്റമല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൺസെൻറ്റ് എന്ന് പറയുന്നതിന് വളരെ ബ്രോഡറായിട്ട് IPCയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൺസെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തത്, ബൈ വാട്ട് മീൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ
പോയിന്റായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഉൾക്കൊള്ളുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫൻസ്. ഇപ്പോൾ ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടി ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഏത് ലെവലിലേക്ക് മാറുന്നു എന്നുള്ളിടത്ത് ആ കുട്ടിയുടെ കൺസെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രധാനപ്പെട്ട കാര്യമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഏതെങ്കിലും രീതിയിലേക്ക് നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് നിങ്ങൾ അയച്ചു കൊടുത്ത് അത് മിസ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതല്ലെങ്കിൽ ഒരു കുട്ടിയെ ചാറ്റിലൂടെ സൈബർ ബുള്ളിയിങ്ങിലേക്കോ സൈബർ ഹറാസ്മെൻറ്റിലേക്കൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ദാറ്റ് വിൽ കംസ് ഇൻ റൈറ്റ് ആക്ട് ആൻഡ് പോക്സോ. ഹറാസ്മെൻറ്റ് ചെയ്യുന്ന ഒരു എലിമെൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ വേരിയസ് പ്രൊവിഷൻസ്. ഇനി അതല്ല, ഇഫ് ഇറ്റ്സ് വിത്ത് എ കൺസെൻറ്റ്, നമുക്കത് ജനറലായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ശരിക്കും വിരിയും മുമ്പേ കൊഴിയുന്ന ഒരു അവസ്ഥയാണ് ഈ സൈബർ ലോകത്ത് ഈ അറ്റാക്ക് കാരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളാണ് പ്രധാനമായിട്ട് ഇതിന് ഇരകളായിട്ട് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് സൈബർ ലോകത്ത് എങ്ങനെ അവർക്ക് സുരക്ഷിതരായി ഇരിക്കാം എന്നതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് ബോധവൽക്കരണ പ്രോഗ്രാമുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതിലൊരു സൈബർ വോളണ്ടിയേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെ പരമാവധി ആൾക്കാരിലേക്ക് ഔട്ട്റീച്ച് പ്രോഗ്രാംസുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. മറ്റൊന്ന് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് SPC സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിൻ്റെ പദ്ധതികളുള്ള സ്കൂളുകളിൽ കുട്ടികളുടെ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ടതിലൊക്കെ ഏറ്റവും കൂടുതൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുകളും കാര്യങ്ങളുമാണ്. ഇങ്ങനൊരു ഡിസ്കഷൻ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സൈബർ ഫ്രോഡ്സ് എന്ന് പറയുന്നത് വലിയ രീതിയിലേക്കുള്ള, അതിൽ ജെൻഡർ ഇമ്മെറ്റീരിയൽ ആയിരിക്കുന്ന ഒഫൻസുകൾ പോലും ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒഫൻസുകളിലേക്ക് ഞാൻ വിക്ടിമായി പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന ഒരു സെൽഫ് അസസ്മെൻറ്റും കൂടെ നമുക്ക് നടത്താൻ പറ്റും. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പാസ്വേഡ് മുതൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ, പാസ്വേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ആവരുത് എന്ന് മൾട്ടിപ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടും ഒരു ബഹുഭൂരിപക്ഷം പേരുടെയും പാസ്വേഡ് എന്ന് പറയുന്നത് അവരുടെ പേരും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വിസിബിൾ ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ലിങ്ക് ചെയ്തായിരിക്കും. ഒരു പാസ്വേഡ് തന്നെയായിരിക്കും നമ്മൾ പല സൈറ്റുകളിലേക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ അക്കൗണ്ട് തന്നെ ഡയറക്റ്റായിട്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സൈബർ സാക്ഷരത എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉന്നിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് നമുക്കൊരു ഹൈസ്കൂൾ ലെവൽ കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും? ഓഫ് കോഴ്സ് ഇത് സിലബസിന്റെ ഭാഗമായിട്ടൊക്കെ വളരെയധികം ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയുള്ള നമ്മളുടെ പെരുമാറ്റം അല്ലെങ്കിൽ ആ രീതികളിലേക്ക് ഇടപെടുന്ന സമയത്ത് പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒഫൻസിൻ്റെ വശങ്ങൾ, ക്രിമിനൽ ആംഗിളൊക്കെ നമ്മൾ സിലബസിൻ്റെ ഭാഗമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ അത് ഉപരിയായിട്ട് നമ്മൾ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഈ ഒഫൻസുകളെ പറ്റിയിട്ട് അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. ഇപ്പോൾ യൂട്യൂബ് നമ്മളൊന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഹൗ ടു പ്രിവെൻറ്റ് സൈബർ അറ്റാക്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഒരുപക്ഷെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള പല ലാംഗ്വേജുകളിൽ നമ്മൾക്കത് മനസ്സിലാക്കി തരുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പം നമ്മൾ ഇതിനെ പഠിക്കാൻ വേണ്ടി തയ്യാറാണോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. ഇത്തരം ഒരു ടെക്നിക്കൽ അവയർനെസ് നമ്മൾ പൊതുസമൂഹത്തിലേക്ക് വെക്കുന്നു, ഏജ് ഗ്രൂപ്പ് നോക്കാതെ. പക്ഷെ അതേസമയം നമ്മൾ സോഷ്യൽ മീഡിയ അടക്കമുള്ള സൈബർ ഇടങ്ങളിൽ പെരുമാറുമ്പോൾ നമ്മൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു സമൂഹത്തിന്റെ ഭാഗമായ ഒരാളെന്ന നിലയ്ക്ക് നമ്മൾ പാലിക്കേണ്ട ആത്മനിയന്ത്രണം പലരും പാലിക്കാത്തതിന്റെ ഇരകളാണ് പലപ്പോഴും സ്ത്രീകൾ. അപ്പുറത്ത് നിൽക്കുന്ന ആളോടൊരു സെൽഫ് റെസ്പെക്ട് കാണിക്കാത്തത് കൊണ്ട് പ്രശ്നങ്ങൾ വന്ന ആളുകളുണ്ട്, ഇല്ലേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ, ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിക്കുമ്പോൾ ഇതെന്താണ് എന്നുള്ള യാതൊരു അവയർനെസ്സും ഇല്ലാതെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും. നേരത്തെ പറഞ്ഞ മാതിരി ഇത് ഫേക്ക് അക്കൗണ്ട് ആണോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. വേണമെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് കടന്നു ചെന്നാൽ അവരുടെ ബർത്ത് ഇയറും അതും ഇതൊക്കെ നമുക്ക്, പക്ഷെ ഇതൊന്നും നോക്കാൻ പല ആൾക്കാർക്കും അറിയില്ല. എസ്പെഷ്യലി സ്ത്രീകൾക്ക് അറിയില്ല. എനിക്കറിയാവുന്ന ഒരുപാട് സ്ത്രീകൾ അവരുടെ പ്രധാന ഹോബി എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ ഇടുക, ഇത് കുറെ കമന്റ് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. നമുക്കൊരു പേഴ്സണൽ മെസ്സേജ് ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ കൂടി ഒരു മെസ്സേജ് വരുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം മെസ്സഞ്ചറിൽ കൂടി, അത് നോക്കണമെന്ന് ഒരു നിർബന്ധമില്ല, അതങ്ങ് ഇഗ്നോർ ചെയ്താൽ മതി. പക്ഷെ ഇഗ്നോർ ചെയ്യില്ല, അതിനൊരു മറുപടി അയക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു, അതിനും റെസ്പോണ്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ പതുക്കെ ഓക്കെ ഇര ഏകദേശം വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇത് ആ വഴിക്ക് പോകരുത് എന്ന് പറഞ്ഞാലും നമ്മൾ തന്നെ സ്വയം അറിഞ്ഞുകൊണ്ട് ഇതിൽ ചെന്ന് വീഴുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. നമുക്ക് ദിവസവും പത്രം മുഴുവനും അരിച്ചു പെറുക്കി വായിച്ചാൽ തന്നെ നമുക്ക് നല്ല അവയർനെസ് കിട്ടും. കാരണം ദൈനംദിനം ഇതിങ്ങനെ വന്നു, സാമ്പത്തിക തട്ടിപ്പും ശാരീരികമായ തട്ടിപ്പും മാനസികമായ പീഡനങ്ങളും എല്ലാം വാർത്തകളായിട്ട് വരുന്നുണ്ട്. എത്രമാത്രം ആൾക്കാർ അത് ബോധവൽക്കരിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ സ്വയം ബോധവൽക്കരിക്കുക. ഒരാൾക്ക് നമ്മളൊരു ഗൂഗിൾ പേ വഴി വലിയ എമൗണ്ട് അയച്ചു കൊടുത്ത് ഇമ്മീഡിയറ്റ് നമുക്ക് മെസ്സേജ് വരുന്നുണ്ട്, ഇത് സ്പാം ആണോ അതോ നിങ്ങൾ തന്നെയാണോ എന്ന് ബാങ്കിന്റെ തന്നെ മെസ്സേജ് വരുന്നുണ്ട്. അത്രയും അലർട്ടാണ്.
ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്നിടത്ത്, അല്ലെങ്കിൽ മറ്റ് ചാറ്റിംഗ് ആപ്പുകൾ എന്ന് പറയുന്ന ടെലിഗ്രാം പോലുള്ള, വാട്സാപ്പ് പോലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലൂടെ നമുക്കിന്ന് കണക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. സോ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരാളെ ബാർ ചെയ്യുന്ന പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ് ഒരു ഫാക്ട്. ഇപ്പോൾ പറഞ്ഞതിൽ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നിയ ഒരു ഭാഗം എന്ന് പറയുന്നത്, നമ്മളുടെ പത്രം വായന നമ്മളുടെ വലിയ ഒരു നോളജ് ബേസ്, എസ്പെഷ്യലി ക്രൈമുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോളജ് ബേസ്, അല്ലെങ്കിൽ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസുമായി ബന്ധപ്പെട്ട നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്യും എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ മറ്റൊരാൾക്ക് സംഭവിച്ചിരിക്കുന്ന സൈബർ ഒഫൻസ് നമ്മൾ പഠിക്കുക. അപ്പോൾ ആ ഒരു പഠനം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോ എന്ന് നമുക്ക് അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സാധാരണഗതിയിലൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുന്ന ആ ഒരു ധാരണയിലാണ് ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ അത് വന്നിട്ട് പോലും നമ്മളും അത്തരത്തിലുള്ള ഒരു സൈബർ ഫ്രോഡിൻ്റെ വിക്ടിം ആവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ആ ഒരു അലേർട്ട്നെസ് നമുക്കുണ്ടാകുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. നേരത്തെ പറഞ്ഞൊരു വിഷയത്തിലേക്ക്, അതായത് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് കണ്ടന്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മളെ പറ്റിയിട്ട്, ഒരാളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിമിഷങ്ങൾ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നതിന് എത്രമാത്രം ഞാൻ ഓപ്പൺ അപ്പ് ചെയ്യണം പറയാന്നുള്ളത് അബ്സല്യൂട്ട്ലി ഓരോരുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആണ്. അതിലൊന്നും നമ്മൾ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കാം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം നാളെ നമ്മളെ ബാക്ക് ഫയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോഴാണെങ്കിലും നമ്മളൊന്നൊരു സൈബർ സ്പേസിലേക്ക് നോക്കി കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർ പുതിയ ആധാർ കാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. പലപ്പോഴും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ടിക്കറ്റിൻ്റെ പടമൊക്കെ എടുത്ത് തരുന്നതിനൊപ്പം തന്നെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ അതുപോലെ എടുത്തിട്ടിടുന്ന ആൾക്കാരുണ്ട്. സോ ഇത് കാണുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന പാസ്പോർട്ടിൻ്റെ ക്രെഡൻഷ്യൽസ് അല്ലെങ്കിൽ ആധാർ കാർഡിൻ്റെ അത് ഏതെങ്കിലും തരത്തിലേക്ക്, അതിനെ വേറൊരു തരത്തിലേക്ക് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു അവയർനെസ് നമുക്കുണ്ടെങ്കിൽ നാളെ ആ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡയറക്ട്ലി ഒരു കോള് നമുക്കായിരിക്കും ഒരു പക്ഷെ വരിക. നമ്മൾ നിരവധി പരാതികൾ നൽകുന്ന ആളുകളെ പറ്റി പറഞ്ഞു. പരാതികൾ അത് വൈകുന്നത് കൊണ്ടുണ്ടാവുന്ന വിഷമങ്ങൾ, പരാതിപ്പെടാതെ പോകുന്ന കേസുകളല്ലേ കൂടുതൽ. ഈ സൈബർ ഒഫൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഭാഗം, അതായത് നമ്മളിപ്പോൾ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന ഒരുപാട് ഒഫൻസുകളുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടാണ്. അതായത് ഇതിൻ്റെ പുറകിൽ നടക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും വലിയ വിഷയത്തിലേക്ക് കടക്കുമെന്നുള്ളത് കൊണ്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലേക്ക് അത് നമ്മുടെ ഭാഗത്തും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മളത് പരാതിപ്പെടുന്നത് ശരിയല്ല എന്നുള്ള ഒരു കാര്യങ്ങളുണ്ട്. പല രീതിയിലാണെങ്കിലും പരാതിപ്പെടാത്ത ആൾക്കാരുണ്ട്. പക്ഷേ എനിക്ക് അതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പല രീതിയിൽ കമ്മ്യൂണിക്കേഷനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ പോലും നമ്മൾക്ക് തുറന്ന് സംസാരിക്കാനുള്ള മനുഷ്യരുണ്ടാവണം. തുറന്ന് സംസാരിക്കാനുള്ള സൗഹൃദ ഇടങ്ങൾ നമുക്കുണ്ടാവണം. ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റുന്ന, അതൊരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, നിങ്ങളുടെ രക്ഷിതാക്കളായിരിക്കാം, അതോ അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ആയിരിക്കാം, ആരോടെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ സംസാരിക്കുക. സൈബർ ഇടത്തിൽ അപകീർത്തിപ്പെടുത്തൽ, അല്ലെങ്കിൽ അപമാനത്തിലായ, അല്ലെങ്കിൽ അശ്ലീല പദപ്രയോഗം, ഇതിനകത്ത് പാനിക്കായി പോകുന്ന, ഇതിനകത്ത് മെൻ്റലി ടോർച്ചറായി പോകുന്ന സ്ത്രീകൾ കൂടുതലാണ്. അവരെങ്ങനെയാണ് ഒരു തുറന്നു പറച്ചിൽ, സാർ പറഞ്ഞ പോലെ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ ചിലപ്പോൾ ധൈര്യം ഉണ്ടാവണമെന്നില്ല, പരാതിപ്പെടാൻ ധൈര്യം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ അവർ ഡിപ്രഷനിലേക്കും പിന്നീട് ചിലപ്പോൾ ജീവിതം വരെ അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് വരെ നീണ്ടുപോകാം. എങ്ങനെയാണ് അതിനെ ഒന്ന് കാണുക? എങ്ങനെയായിരിക്കും ആ ഫയർ ഉണ്ടാവുക? ഓരോ സ്ത്രീകളും മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കും. സോഷ്യൽ മീഡിയ വഴി ഒരു പക്ഷേ എന്തെങ്കിലും ആർക്കെങ്കിലും ഒക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ സാറ് പറഞ്ഞ മാതിരി ഒരു നല്ല സുഹൃത്ത് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഇനി അങ്ങനെ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും, വീട്ടിലുള്ളവരോടും പറയാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പോലീസിൻ്റെ അടുത്തോ ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്തോ പോയി ഈ കാര്യങ്ങൾ പറയുക എന്നല്ലാതെ ഒരിക്കലും അതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ളൊരു നടപടിയിലേക്ക് പോകാതിരിക്കുക തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും നമുക്കിതെല്ലാം ഫേസ് ചെയ്യാൻ കഴിയും എന്നൊരു ധൈര്യം ഓരോ സ്ത്രീയുടെ ഉള്ളിലും കരുതി വെക്കണം. എനിക്കെതിരെ വരുന്ന എന്ത് അമ്പുകളെയും ഞാൻ നേരിടും, ശക്തിയായി മനസാന്നിധ്യത്തോടുകൂടി തന്നെ നേരിടും എന്നാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ആത്മഹത്യ എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും തെറ്റായ ഒരു സന്ദേശമാണ്. ഈ പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് തന്നെ ഞാൻ പറയട്ടെ, ഇതുപോലെ വളരെ മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടി പ്രണയത്തിന്റെ പേരിലായിരിക്കാം അവളുടെ പടങ്ങൾ നീ പിന്മാറുമ്പോഴത്തേക്ക് ഞാൻ സോഷ്യൽ മീഡിയയിലിടും, പ്രചരിപ്പിക്കും, നാട്ടുകാരെ അറിയിക്കും. അത്തരം ഭീഷണികൾക്ക് മുമ്പിൽ പെൺകുട്ടികൾ പാടെ തകർന്നു പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. ഇതിനെ എങ്ങനെ നേരിടണം? തുറന്നു പറയാൻ കുടുംബം കൂട്ടു നിൽക്കുമോ? കാരണം ഇവർ കുടുംബം അറിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ല അവരുടെ പ്രണയം എന്നുള്ളത്. അപ്പൊ ഈ സാഹചര്യങ്ങളിൽ പതറിപ്പോകുന്ന, പാനിക്കായി പോകുന്ന, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നാലും കുഴപ്പമില്ല നേരിടാം എന്ന് പറഞ്ഞിട്ട് അവരെ ചേർത്ത് പിടിക്കുന്ന ആളുകൾ ഇല്ലാത്ത അവസ്ഥയിൽ അവരെന്താ ചെയ്യുക? അങ്ങനെ ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോഴാണ് നമുക്കിവിടെ നിയമം നമ്മുടെ സഹായത്തിന് നിൽക്കുന്നത്. ആരുമില്ലാതെ ഇവിടെ ലോകത്ത് ആരുമില്ല. ആരോ ഒരാൾ നമുക്ക് വേണ്ടിയുണ്ട്. അതൊരു പോലീസായിരിക്കാം,
അതിനാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ അവർ പറയുന്നത്. സമൂഹത്തിന് ഞാൻ ഭയപ്പെടില്ല, എന്നെ ഭയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് നമ്മളെ തന്നെ പറഞ്ഞു തന്നെ ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇനിയും വർദ്ധിക്കുകയുള്ളൂ, ഇതൊന്നും കുറയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ശക്തിപ്പെടുത്താൻ, നമ്മളെ സമാധാനിപ്പിക്കാൻ, നമ്മളെ സംരക്ഷിക്കാനൊക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ. ആ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു നിമിഷം കണ്ണടച്ചിരുന്ന്, മുറി അടച്ചിരുന്ന് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പോംവഴി കിട്ടും. ആരെങ്കിലും ഒരാൾ എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ. അവരെ ഇരുന്ന് കേൾക്കാൻ ആരും തയ്യാറാവില്ല. എന്താ നിനക്ക് പറ്റിയത്, ഞാനുണ്ടല്ലോ എന്ന് ഒരു വാക്ക് അവർക്കത് കൊടുത്താൽ മതി. അവർക്കതൊരു വലിയ ആത്മവിശ്വാസമാണ്. അല്ല, അതിനുവേണ്ടി നിരവധി സർക്കാർ സംവിധാനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഈ സാധാരണ ജനങ്ങളിലേക്ക് ബോധവൽക്കരണം എത്താത്തത് കൊണ്ടാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പൊതുവേ സാധാരണ സ്ത്രീകൾക്ക് ഒരു മടി കാണും. അങ്ങോട്ട് പോകണമെന്നില്ല, ആരും കേൾക്കാനില്ലാത്തത് കാരണം ആരും മരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ബേസ് ചെയ്താണെങ്കിൽ ഭൂമിക, പിന്നെ കുടുംബശ്രീ അവരുടെ നിയന്ത്രണത്തിലുള്ള സ്നേഹിത, അതുപോലെ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലെ സർവീസ് പ്രൊവൈഡിംഗ് സെന്റേഴ്സ്, ഇതൊക്കെ ഇത്തരത്തിൽ ആരും കേൾക്കാനില്ലാത്ത സ്ത്രീകളെ കേൾക്കാനും അവരെ ചേർത്തണയ്ക്കാനും വേണ്ടിയുള്ള സർക്കാർ സംവിധാനങ്ങളാണ്. മിക്കവാറും എല്ലാ താലൂക്കുകളിലും സർവീസ് പ്രൊവൈഡിംഗ് സെന്റേഴ്സ് NGO ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അവിടെ കൗൺസിലിങ്ങിന് ആളുണ്ട്, കേൾക്കാൻ ആളുണ്ട്, അവർക്ക് വേണ്ട നിയമസഹായം കൊടുക്കാൻ അഡ്വക്കേറ്റും ഉണ്ട്. ഒരു സൈബർ ക്രിമിനലിന്റെ ഒരു ആക്രമണം അല്ലെങ്കിൽ ഭീഷണി നേരിടുന്ന ഒരു സ്ത്രീ സർക്കാരിന്റെ കൗൺസിലിംഗ് സെന്ററുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് പോലീസിലേക്ക് റെഫർ ചെയ്ത് ഒരു കേസ് എടുത്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടോ? ഈ പറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടും അതല്ലെങ്കിൽ റെഗുലറായിട്ട് അവിടെ പോലീസുമായി കണക്ട് ചെയ്യുന്ന ഒരു ലൈസനിങ് ഒരു ഓഫീസറുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ഓർഗനൈസേഷൻസിലാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ ഒരു വിഷയം വരുന്ന സമയത്ത് പലപ്പോഴും ഏജൻസികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് സ്കീമുകളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന വിധങ്ങളായിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ എത്തുന്ന ആൾക്കാർക്ക് അവർക്ക് ആവശ്യപ്പെടുന്നത് ഒരു ലീഗൽ ആസ്പെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ അവിടെ തന്നെ കൃത്യമായിട്ടും കണക്ട് ചെയ്യുന്ന ഒരു പോലീസ് കണക്ഷനും കൂടെ അവിടെ തീർച്ചയായിട്ടും കാണും. നമ്മുടെ സൈബർ ഇടങ്ങളിലെ അരക്ഷിതാവസ്ഥ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയില്ല. പക്ഷേ സ്വയം നമുക്ക് ജാഗ്രത പാലിക്കാം. സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാം. അതിന് സർക്കാർ സംവിധാനങ്ങളും നിയമവും ഒപ്പമുണ്ട്. മാനസിക ധൈര്യം മാത്രമാണ് ഒരു സ്ത്രീക്ക് പ്രധാനമായിട്ടും വേണ്ടതെന്നാണ് ചർച്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. എല്ലാവർക്കും നന്ദി. സൈബർ ഇടങ്ങളിലെ സ്ത്രീ സുരക്ഷ ചർച്ച സമാപിക്കുന്നു. പങ്കെടുത്തവർ തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ്, ചലച്ചിത്ര പ്രവർത്തക K. ഭാഗ്യലക്ഷ്മി, അഡ്വക്കേറ്റ് രമ്യ R. നായർ, മാധ്യമപ്രവർത്തക മഞ്ജു ജോയ്.